ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബി ടി സിയിൽ ഒരു ട്രേഡ് പ്ലാനാണ് നോക്കുന്നത്. അപ്പോൾ ബി ടി സിയിൽ എന്താണ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി കിടപ്പുണ്ട്. ഈ ഒരു പോയിന്റിൽ ഇവിടെ മാർക്കറ്റിനൊരു റെസിസ്റ്റൻസ് സോൺ, അതായത് വോളിയം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഈ ഒരു പോയിന്റ്. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് റിവേഴ്സൽ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ നോക്കാം, ഇതൊരു 1 മിനിറ്റ് ക്യാൻഡിലാണ്. ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. അപ്പം ഇവിടെ നമുക്കൊരു 250 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ഇപ്പം നമ്മുടെ സെറ്റപ്പ് ആക്ടിവേറ്റ് ആയിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പെക്റ്റേഷനാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റിന് ടാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മാർക്കറ്റ് ടാപ്പ് ചെയ്യാതെ പോകുമ്പോൾ റൈറ്റ് ഇവിടെ നിന്ന് അഗ്രസീവായിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് വിചാരിക്കുക. ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തു, അതിന് തിരിച്ചു വന്ന് ടാപ്പ് ചെയ്തിട്ട് അതിനെ വീണ്ടും അപ്സൈഡിലേക്ക് പുഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അത്രയും സ്ട്രെങ്ത് ബയ്യേഴ്സിന് വേണം. ഇതെന്ന് പറയുമ്പം ഇവിടെ സപ്പോസ് ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് സോണാണെന്ന് വിചാരിക്കുക, റൈറ്റ്. അപ്പം മാർക്കറ്റിന് എങ്ങനെ വേണമെങ്കിലും അപ്സൈഡിലേക്ക് പോകാം, മാർക്കറ്റിന് അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്തും പോവാം, റൈറ്റ്. ഇങ്ങനെ വേണമെങ്കിൽ അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്ത് പോകാം. ഇത് അവരുടെ അഗ്രഷൻ കൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ബയ്യേഴ്സ് അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ബയ്യേഴ്സ് അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ബയേഴ്സ് ചോദിക്കും, സെല്ലേഴ്സിന് എന്തെങ്കിലും ഇത് ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയത് കൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് റിവേഴ്സിൽ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയ്യേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ അവർ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ ലെവലിലോട്ട് ഒന്നുകൂടെ വരാം, എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ സ്ട്രെങ്ത് കാണിച്ചിട്ട് എനിക്ക് അപ്സൈഡിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ബയേഴ്സ് പറയും. സോ ഇത് അഗ്രസീവായിട്ട് പോകുന്നതും, ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് വന്ന് ടെസ്റ്റ് ചെയ്ത് സെല്ലേഴ്സിനൊരു അവസരം കൊടുത്ത് അവർ ആക്റ്റീവ് ആകുന്നില്ല, എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നത്, റൈറ്റ്. ഇങ്ങനെ മാർക്കറ്റിലൊരു അപ്സൈഡ് മൊമെൻറ്റം വരുമ്പോഴത്തേക്ക് ഇതിൽ പ്ലെയേഴ്സ് എൻ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ, മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യും, ഒരു പ്രീവിയസ് സ്വിങ്ങിനെ ടാപ്പ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മൊമെൻറ്റത്തിൽ എൻറ്റർ ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം കാണും, റൈറ്റ്. അപ്പോൾ നമുക്ക് കണ്ടു, മാർക്കറ്റ് ആ റിയാക്ഷനെ ടാപ്പ് ചെയ്തു താഴത്തേക്ക് വരുന്നു. അപ്പോൾ മേ ബി വി വിൽ മിസ് ദ എൻട്രി, ബട്ട് ദാറ്റ്സ് ഓക്കെ, ടോട്ടലി ഫൈൻ. നമുക്കൊരു പ്രോപ്പർ റിസ്ക് റിവാർഡിൽ മാർക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഏതാണോ ലിക്വിഡിറ്റി പോയിന്റ് ലെഫ്റ്റ് ഔട്ടാക്കി ഇട്ടത് അതൊന്ന് ഫുൾഫിൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇവിടുന്ന് നമുക്ക് എന്തായിരുന്നു, ഒരു അപ്സൈഡ് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് വന്നിട്ടില്ല, അതാണൊരു ചെറിയ ഇഷ്യൂ. കാരണം ഇത് പെൻഡിങ് ലെവലായതുകൊണ്ട് വേണമെങ്കിൽ ഇതിന് അപ്സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാതെ താഴത്തേക്ക് ഒന്ന് ടാപ്പ് ചെയ്യാം. ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വന്ന് അപ്സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു SL പ്ലേസ് ചെയ്യാനുള്ളൊരു പോർഷൻ കിട്ടും. ഒരു 1:3 1:4 എന്നുള്ള റിസ്ക് റിവാർഡിൽ നമുക്കിതിന് താഴത്തേക്ക് ട്രേഡ് എടുക്കാനുള്ള SL പ്ലേസ് ചെയ്യാനുള്ള സ്ട്രക്ചർ വൈസ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരിക്കലും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടെന്ന് പറഞ്ഞാൽ അത് അഗ്രസീവായിട്ട് ചാടിക്കയറാൻ നിൽക്കരുത്. ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ ഒരു ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റൽ എപ്പോഴും ഹൈ പ്രോബബിൾ ആയിട്ടുള്ള സെറ്റപ്പിൽ നിന്ന് മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ.
മനസ്സിലായി. അതുകൊണ്ട് ഒരിക്കലും അഗ്രസീവായിട്ടൊന്നും എടുക്കരുത്. ഇതിപ്പം നമുക്ക് കാണുമ്പോൾ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലെന്നുണ്ടെങ്കിലും ദിസ് ഗീവ്സ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിലുള്ള നോട്ട്സ് എഴുതുക. മാർക്കറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കണ്ടീഷൻ എന്തായിരുന്നു, എനിക്കൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് കിട്ടിയില്ല, അതുകൊണ്ട് അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്നില്ല. അപ്പം എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഒന്നെങ്കിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ആകാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിസിപ്ലിൻ ടെസ്റ്റിംഗ് ആണ്. എനിക്ക് ആ പ്രോപ്പർ ഡിസിപ്ലിൻ ഉണ്ടോ, ഞാൻ എൻ്റെ റൂൾസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തോ, എനിക്ക് എൻ്റെ ഫോമോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ എൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആണ്, ഇല്ലെങ്കിൽ എൻ്റെ സൈക്കോളജി ടെസ്റ്റ് ചെയ്യാനുള്ള, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, എൻ്റെ ഡിസിപ്ലിൻ ഓക്കെയാണോ, എൻ്റെ സൈക്കോളജി സെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് കൺവേർട്ട് ആവും. ഇതിലേതെങ്കിലും ഒന്ന് ഇത് നടക്കും, റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം അഗ്രസീവായിട്ട് ഓക്കെ ഞാൻ ഈ ട്രേഡ് മിസ് ചെയ്യാൻ പോവാണ്, ഈ ഒരു ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ, ഈ ഒരു പോർഷനിൽ നിന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഈ അപ്സൈഡിലേക്കുള്ള ഈ അപ്സൈഡിലേക്കുള്ള ഈ മൂവ് നമുക്ക് സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും. നമ്മുടെ ലോസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സൈക്കോളജി ഒന്ന് എഫക്റ്റ് ചെയ്യപ്പെടും. ഇതിപ്പോൾ ഇനി ഈ 30 മിനിറ്റ് ക്യാൻഡിൽ ഇത് ടാപ്പ് ചെയ്യാതെ അപ്സൈഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെൻഡിങ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്കറ്റിൽ കിടക്കും. ഇത് മാർക്കറ്റിന് എപ്പോഴാണോ സെല്ലേഴ്സിന് ആ ഒരു ചാൻസ് കിട്ടുന്നത്, അപ്പോൾ സെല്ലേഴ്സ് തിരിച്ചു വരും, റൈറ്റ്. നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് നോക്കാം മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്. അപ്സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി പ്രോപ്പറായിട്ട്. ഇതിപ്പം ഇതൊരു റിവേഴ്സൽ പോയിന്റ് ആണ്, മനസ്സിലായി. ഇതൊരു റിവേഴ്സൽ പോയിന്റ് ആയിട്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി ആ പോയിന്റിൽ നമുക്ക് റിയാക്ഷൻ കിട്ടണം, അവിടെ പ്രോപ്പറായിട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആകണം, റൈറ്റ്. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഈ ഒരു ഇതുപോലൊരു റെഡ് ക്യാൻഡിൽ വരണം. റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇതിനൊരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. അതായത് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിൽ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ബൈ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു അക്യൂമുലേഷൻ ആയിരിക്കും. ഓക്കെ, ഇത് അക്യൂമുലേറ്റ് ചെയ്തു, എന്നിട്ട് സെക്കൻഡ് ലെഗ് മൂവ് നടത്തി. അപ്പോൾ ഇതിലെന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിൽ റീറ്റെയിലേഴ്സ് വരും. അപ്പോൾ മാർക്കറ്റിന് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ലിക്വിഡിറ്റി വേണം. അപ്പം ഈ അപ്പ് സൈഡിലേക്ക് കയറുന്ന റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, ഇവരെന്ത് ചെയ്യും, മാർക്കറ്റ് അഗ്രസീവായിട്ട് ട്രാപ്പ് ചെയ്യും, എന്നിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വരാറ്. നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് ജസ്റ്റ്, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു കണ്ടീഷൻ എവിടെയാണ് കിട്ടിയിരിക്കുന്നത്, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ആ ഒരു കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റൂളിൻ്റെ പകുതിയായിട്ടുള്ളൂ. ഇതിങ്ങനെ വന്നെന്നും പറഞ്ഞ ഉടനെ ആവത്തില്ല. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലോസ് ചെയ്യുക, റൈറ്റ്. എന്നിട്ട് ഇതിന് ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം, എന്നാലേ ഇതെൻ്റെ ട്രേഡ് പ്ലാൻ ആക്റ്റീവ് ആകത്തുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമ്മളതിനെ വിട്ടേക്കും, നമ്മൾ പിന്നെ അതിനെ നോക്കേണ്ട കാര്യമില്ല. സോ ദിസ് ഈസ് ഹൗ വി ലുക്ക് ഫോർ എ ട്രേഡ് പ്ലാൻ. ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മുടെ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമായിരിക്കും. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഫസ്റ്റ് ഐഡിയ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ എനിക്ക് പ്ലേയേഴ്സിൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ടോ, ഇല്ലെങ്കിൽ റിയാക്ഷൻ വരുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കണ്ടീഷൻ, റൂൾസ്, ഞാൻ എങ്ങനെയാണ് അത്, അതായത്
ഞാൻ ഏത് ടൈപ്പ് എൻട്രി മൊഡ്യൂളാണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഏത് രീതിയിൽ ബയ്യറോ സെല്ലറോ ട്രാപ്പ് ആക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. റൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇതിനോടൊപ്പം തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അവിടെ റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടോ പ്രോപ്പറായിട്ട്. 1:3, 1:4, മിനിമം 1:3യുടെ റിസ്ക് റിവാർഡ് എനിക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. ഇതുണ്ടോ, ഇതിപ്പം നമ്മുടെ ആ ഒരു കണ്ടീഷൻ മാർക്കറ്റിൽ ആക്ടിവേറ്റ് ആയിട്ടില്ല. കൂടുതലും ലോസ് വരുന്നൊരു കാര്യം അറിയാമോ? ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിൽ മാർക്കറ്റ് വരാൻ വേണ്ടി അഗ്രസീവായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ വന്ന ഉടനെ ഓക്കെ, ഇവിടെ നിന്ന് വന്ന് ചെറിയൊരു ടാപ്പ് കിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എൻട്രി എടുക്കും. അപ്പം ഇതൊരിക്കലും നമ്മുടെ ഒരു ട്രേഡ്, ഇതാണ് നമ്മുടെ സൈക്കോളജിയെ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് പോയത്. ഇതും എന്താണ്, ഒരു നമുക്ക് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കണക്ക് വിളിക്കാം. അതിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല മാർക്കറ്റ്, ഇതിൻ്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സെറ്റപ്പ് ഫോം ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള രീതിയിൽ മാർക്കറ്റ് അതിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ SL ഇവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്യാം മാർക്കറ്റിന് 30 മിനിറ്റ്സിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. മിനിറ്റ്സിൽ മാർക്കറ്റിൻ്റെ പ്ലാൻ എന്താണ്? വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഇത് ആക്റ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ്, ഒരു ലിക്വിഡിറ്റി അപ്സൈഡ് ലിക്വിഡിറ്റി പൂൾസ് ആണ്, സ്വിങ്സ് എല്ലാം. വേണമെങ്കിൽ ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് ആ റിവേഴ്സൽ വരാം. ഈ ലിക്വിഡിറ്റി എന്തായാലും ഗ്രാബ് ചെയ്യണം മാർക്കറ്റിന്, ഈ ലിക്വിഡിറ്റി. സോ നമുക്ക് നോക്കാം അത് എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എക്സിക്യൂട്ട് നമ്മളായില്ല, അത് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. ആ ലെവലിൽ നിന്ന് റിയാക്ഷൻ കിട്ടും, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടാർഗറ്റ് സോൺ അവിടെ കിട്ടുന്നില്ല. റൈറ്റ്. അപ്പോൾ ഈ മാർക്കറ്റ് ഇത് അപ്സൈഡിലേക്ക് പോകും തോറും എന്താണ്, ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എന്ത് ചെയ്യണം, ഇത് ക്ലോസ് ചെയ്യണം, ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലെവലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. എടുക്കുന്നില്ല, ഇനി വീണ്ടും ഇത് ഇവിടുന്ന് ഒരു സപ്പോർട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ പൊക്കോട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു ബ്ലോക്ക് നമുക്ക് അപ്സൈഡിലേക്ക് കിട്ടും. കാരണം നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഇതിനിങ്ങനെ അപ്സൈഡിലേക്ക് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇതാണ് ഒരു റെഫറൻസ് ലെവൽ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇതാകും നമ്മുടെ ആ ഒരു റെഫറൻസ് ലെവൽ. അപ്പോൾ മാർക്കറ്റ് എന്തോരം അപ്സൈഡിലേക്ക് പോകുന്നു അത്രയും നമ്മുടെ ടാർഗറ്റ് പോയിന്റ് ആണ് ഇവിടെ കൂടി വരുന്നത്. മനസ്സിലായോ? സോ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുമ്പം വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഒരു 200 പോയിന്റ്, ഇവിടുന്നാണ് എനിക്ക് ആ ഒരു ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് എത്ര പോയിന്റ് കിട്ടും? ഒരു 100, 150 അല്ലേ, 100 പോയിന്റ് കിട്ടുന്നത്. ആ സെയിം എനിക്ക് ഇവിടുന്നാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഇത്തിരി കൂടെ കൂടും. അതുപോലെ തന്നെയാണ് അപ്സൈഡിൽ. അപ്പം മാർക്കറ്റ് എന്തോരം ആ ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ഇട്ടിട്ട് മാർക്കറ്റ് എന്തോരം അപ്സൈഡിലേക്ക് പോകുന്നു, ഞാൻ ഹാപ്പി ആയിരിക്കും. കാരണം എൻ്റെ ടാർഗറ്റ് പൊട്ടൻഷ്യലാണ് കൂടി വരുന്നത്. സോ അഗ്രസീവായിട്ട് ഞാൻ അതുകൊണ്ടാണ് ട്രേഡ് എടുക്കാത്തത്. പോട്ടെ, ഇത് എന്തോരം പോകണമെങ്കിലും പൊക്കോട്ടെ, കുഴപ്പമില്ല. എന്തോരം അപ്സൈഡ് പോകുന്നു അത്രയുമായിരിക്കും. കാരണം എന്തോരം ടോപ്പിലാണോ നിൽക്കുന്നത് അത്രയും ഫാസ്റ്റ് ആയിരിക്കും ഫോള്. വെയിറ്റ് ചെയ്യാം.
ആക്ച്വലി ഇതാണ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്, അല്ല ഒരു ബയേഴ്സിൻ്റെ എൻട്രി. സോ ഇവിടെ ഇതിൻ്റെ മേളിലൊന്ന് ലിക്വിഡിറ്റി ഗ്രാബ് അത്യാവശ്യമാണ്. ഇതിനൊന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക, താഴെ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടുന്ന് പ്രോപ്പറായിട്ട് നമുക്കൊരു 1:2 അറ്റ്ലീസ്റ്റ് 1:2 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. ഇത് 1:2 ഇല്ല നമുക്ക്. 1:1.58 അല്ല, നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒരു ചെറിയ 1:3 റിസ്ക് റിവാർഡിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രൈ ചെയ്യാം. ദിവസവും 10-20 ട്രേഡൊന്നും കിട്ടത്തില്ല, 1-2 ആക്ച്വലി നമുക്കൊരു 5 to 10 ഓപ്പർച്യൂണിറ്റീസ് കാണും. ഇതിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡ് എടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് പേഷ്യൻസ് വളരെ അത്യാവശ്യമാണ്, അത്യന്താപേക്ഷികം. ആ ഒരു 30 minutes തീരാറായി. ലെറ്റ്സ് ചെക്ക് ദ ഡേറ്റ. $11780. 11780. to 117,900. ഇനി ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല, കാരണം ഇത് എൻ്റെ SL വലുതായി പോകും. സോ ഐ എം എക്സ്പെക്ടിങ് ആൻ അനദർ സെറ്റപ്പ്. ഇതധികം താഴത്തേക്ക് റീട്രേസ് ചെയ്യരുത്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇതിന് അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് ഈ ഒരു പോയിന്റ് വരെ വരട്ടെ. ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തോളെ. ഇതിൻ്റെ 30 minutes ഹൈ കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇവിടുന്ന് ഇത് ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഡൗൺ സൈഡിലേക്കുള്ള ഫോൾ എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനാണ്. അതായത് ആ റെഡ് ക്യാൻഡലിലെ ടോപ്പ് തൊട്ട് ഈ ഗ്രീൻ ക്യാൻഡലിലെ ലോ വരെ. ഇവിടെ നിന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടണം. ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ഒരു ഇവിടെ നിന്നൊരു 500 points ഉണ്ടോ? ഇല്ല, 350 points. ബ്രേക്ക് ടാപ്പ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക, ടാപ്പ് ചെയ്യുക, എൻട്രി, ടാർഗറ്റ്. $11,600, അതായത് ഈ ഒരു സോൺ കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.
എന്തായി? പിന്നെ ഇതൊന്ന് ലിക്വിഡിറ്റി, ഈ ഒരു ലിക്വിഡിറ്റി എനിക്ക് ഗ്രാബ് ചെയ്ത് കിട്ടണം. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നോക്കാം. മിസ്സായി പോയി കഴിഞ്ഞാൽ എൻട്രി മിസ്സായാലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മളിത് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തോരം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടോ അത്രയും നമുക്ക് ബെനിഫിഷ്യലാണ് ട്രേഡ് ചെയ്യാൻ. കാരണം സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് ഇത് പുഷ് ചെയ്യണം, അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്യണം. ഇത് അപ്സൈഡിലേക്ക് ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെറ്റപ്പ് വാലിഡ് അല്ല. പിന്നെ ഇത് വരുന്നെന്ന് പറഞ്ഞ് ഇതൊരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് വരുന്നത് പ്രോപ്പറായിട്ട്. സോ നോക്കാം, ഇത് അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്കിവിടെ നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്, അതാണ് ഞാൻ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഇവിടുന്ന് ഈ ഒരു പോയിന്റ് വരെ എനിക്ക് ഏകദേശം എത്രയാണ്, 1:4.65 റിസ്ക് ഉണ്ട് പ്രോപ്പറായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. നോക്കാം നമുക്ക് ഇതെങ്ങനെ വർക്കൗട്ട് ആവുക. ഓക്കെ, എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടുന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അനാലിസിസിൽ. ഇത് ഇൻസൈഡ് ക്യാൻഡിലാന്ന് തോന്നുന്നത്. ഇത് രണ്ടും ഒരു മിനിറ്റ് ഇതിന്റെ ഹൈ 117,697 697.66 രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. അതുണ്ടെങ്കിൽ ഓക്കെ ആവേണ്ടതാണിത്. ലിക്വിഡിറ്റി ഗ്രാബ് OSL ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ XNS ഇത്തിരി കൂടെ സ്പ്രെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് 117,800 ആണ്. ഇതും നമ്മുടെ ട്രേഡിംഗ് വ്യൂ ചാർട്ടും നമ്മുടെ XNS ചാർട്ടുമായിട്ട് വാല്യൂസിൽ വളരെ വ്യത്യാസമുണ്ട്. 775. കാരണം ഇവിടുന്ന് ഞാൻ വീണ്ടും ഒരു 22 പിപ്സിൻ്റെ, കാരണം XNSൽ ഒരു 0.22 സ്പ്രെഡ് ഉണ്ട്. ഇതാണ് എൻ്റെ XNSൽ പ്ലേസ് ചെയ്തിരിക്കുന്ന SL പോയിന്റ്. എൻ്റെ എൻട്രി വന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ നിന്നാണ്, ഈ വരച്ചിരിക്കുന്ന തന്നെ. This time it has to break. ഇല്ലെങ്കിൽ പണി പാളും.
അല്ല, ഇവിടുന്ന് ഇതിപ്പം ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രാബ് ചെയ്യേണ്ട കാര്യമില്ല. ലിക്വിഡിറ്റി ഗ്രാബ് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോയതായത്. അപ്പോൾ ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാം, ഇത് ഇവിടുന്ന് SL ഹണ്ടിങ് അല്ല, ഇവിടുന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ SL ഹണ്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ഇത് ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന കണക്കുള്ളൊരു എക്സാമ്പിളാണ്. കാരണം നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു പാർട്ടിയിൽ നിന്നൊരു മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് പോകേണ്ട ഒരു ഡയറക്ഷൻ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ തന്നെ റീറ്റെയിലേഴ്സിനെ എപ്പോഴും കിക്ക് ഔട്ട് ചെയ്തിട്ടേ മാർക്കറ്റ് പോകത്തുള്ളൂ. കാര്യം അറിയോ, നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കല്യാണത്തിന് പോകണമെന്ന് വിചാരിക്കുക. ദൂരെ എവിടത്തെങ്കിലും കല്യാണത്തിന് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഞാനൊരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നതെങ്കിൽ, പ്രൈവറ്റ് ബസ്സിലാണ് കയറി പോകുന്നതെങ്കിൽ പ്രൈവറ്റ് ബസ് എന്ത് ചെയ്യും, എല്ലാ സ്റ്റോപ്പ് എത്തുമ്പോഴും ഓരോരോ ആൾക്കാർ ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി ആ ബസ് നിർത്തും. അപ്പം ഒരു ഏരിയ വരും, ഒരാൾ ഇറങ്ങി, പിന്നെ അടുത്ത പയ്യെ വണ്ടി മൂവ് ചെയ്യും, പിന്നെ ഇതിൻ്റെ അകത്ത് ലോക്കൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരടുത്ത സ്റ്റോപ്പിലെത്തും. അപ്പോൾ ഈ വണ്ടി എന്താണെന്നറിയോ, ഞാൻ വിചാരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ, ഞാൻ പോകുന്നൊരു പാർട്ടിൽ, ഇല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഡെസ്റ്റിനേഷനിൽ ഞാൻ വിചാരിക്കുന്ന സമയത്ത് എത്തത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഇത് പ്രൈവറ്റ് ബസ് ആയതുകൊണ്ടും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ആൾക്കാർ കയറിയിരിക്കുന്നതുകൊണ്ടാണ്. അത് കണക്ക് തന്നെയാണ് മാർക്കറ്റിൽ എന്താണ്, മാർക്കറ്റിലൊരു മൂവ് വരണമെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു മൂവ് വരണമെന്നുണ്ടെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്യും, ഈ വണ്ടിയിൽ കയറിയിരിക്കുന്ന ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ ആദ്യം എന്ത് ചെയ്യും, അവരെയൊക്കെ ഇറക്കും. ഇവരിറക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിക്ക് ഓരോരോ സ്റ്റോപ്പിൽ നിർത്തേണ്ട ആവശ്യമില്ല, അതിന് സ്മൂത്തായിട്ട് പോകാം. അപ്പം ഈ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ മാർക്കറ്റിൽ വരുന്നത്, അവരെന്ത് ചെയ്യും, റീറ്റെയിലേഴ്സ് കയറാൻ സാധ്യതയുള്ള പോർഷനിൽ നിന്ന് അവരുടെ ലിക്വിഡിറ്റി ഒരു പ്രാവശ്യം ഹണ്ട് ചെയ്യും. അതായത് ഇവരെല്ലാവരെയും ഈ പോർഷനിൽ ഇറക്കും, എന്നിട്ട് മാർക്കറ്റ് സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യും. ഇതാണ് ബിഗ് പ്ലെയേഴ്സിനും ആവശ്യം. അതുകൊണ്ടാണ് അവർ ഈ ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. കാരണം ഇവർക്ക് റീറ്റെയിലേഴ്സിനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ടല്ല, കാരണം അവരുടെ സൈക്കോളജി നമ്മുടെ സൈക്കോളജിയായിട്ട് മാച്ച് ആവത്തില്ല. കാരണം ഓരോ പ്രാവശ്യവും റീറ്റെയിലേഴ്സ് എന്താണെന്നറിയാം, ഇവിടുന്ന് എൻട്രി എടുത്തെന്ന് വിചാരിക്കാം, മാർക്കറ്റ് കുറച്ച് മൂവ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഉടനെ റീറ്റെയിലേഴ്സ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു മൊമെൻറ്റത്തിനൊരു സ്റ്റക്ക് വരും. ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് റീട്രേസ് ചെയ്യും, പിന്നെ പോകത്തുള്ളൂ. അപ്പം ഓരോ ഇമ്പൾസീവ് മൂവിലും റീറ്റെയിലേഴ്സ് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ബിഗ് പ്ലേയേഴ്സിന് സ്മൂത്തായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബിഗ് പ്ലേയേഴ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും, അവരുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്മൂത്തായിട്ട് ആ ഒരു പോയിന്റ് വരെ പോകും. പക്ഷേ റീറ്റെയിലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് 100,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, ഉടനെ ബുക്ക് എന്നും പറഞ്ഞ് അവർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഈ ഒരു മൊമെൻറ്റത്തിന് എപ്പോഴും ഒരു ഇഷ്യൂ വരും, അതിനൊരു സ്മൂത്ത്നെസ് കാണത്തില്ല. ഇതിങ്ങനെ താഴത്തേക്കും അപ്സൈഡിലും വരത്തുള്ളൂ. അപ്പം ബിഗ് പ്ലേയേഴ്സിന് ആവശ്യമെന്ന് വെച്ചാൽ ഓക്കെ, ട്രേഡ് എടുത്തിട്ട് എന്നെ പോലെ ഈ ഒരു പോയിന്റ് വരെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ മാത്രം മതി. അതുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങനെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടുന്നും എൻട്രി വരുന്നുണ്ടാണെന്നുണ്ട്. ഇതൊന്ന് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് കിട്ടണം. ഇത് നമുക്ക് ഇനി ഡിലീറ്റ് ചെയ്താളെ, കാരണം ഇത് ലാസ്റ്റ് പോയൊരു സ്വിങ് ആണ്. ഈ ഒരു സ്വിങ്ങിന് താഴെ മാർക്കറ്റ് ക്ലോസ് കിട്ടണം. ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ദേ ആർ നോട്ട് ഏബിൾ ടു ഹോൾഡ് ഇറ്റ് ഓൺ അപ്പർ സൈഡ്. ഇത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്, അവിടെ പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. നൗ ഇറ്റ് ഹാസ് ടു കം ടു ലെഫ്റ്റ് സൈഡിലെ റെഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു റെഫറൻസ് പോയിന്റ്. ഇവിടെ എന്താണ്, ഇവിടെ നിന്നൊരു ചെറിയൊരു ഓർഡർ ബ്ലോക്ക് അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട്, ഇത് ഞാൻ ഓർഡർ ബ്ലോക്ക് എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ
അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വന്നല്ലോ. അപ്പം ലാസ്റ്റ് ലെഗിൽ അവർ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്സൈഡിലേക്ക് പോകാൻ. ഇപ്പം മാർക്കറ്റ് എനിക്ക് അപ്സൈഡിലേക്ക് കൊണ്ടുപോകണം, ഇല്ല ഞാൻ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്നും ലോവസ്റ്റ് പ്രൈസിലാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. സോ ബയ്യർ എപ്പോഴും എന്ത് ചെയ്യും, ഞാനൊരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവസ്റ്റ് പ്രൈസിൽ അക്യൂമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് 1,17,400 എന്ന് പറഞ്ഞ് കിട്ടുന്നൊരു പ്രൈസ് പോയിന്റ് അതിനേലും ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്, റൈറ്റ്. 1,17,386.5 എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സമയത്താണ് കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്യാൻ, ആസ് എ ബയ്യർ അക്യൂമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരു ലോജിക്കലായിട്ട് തോന്നുന്നത് വെച്ചാൽ ലോവർ പ്രൈസിൽ അക്യൂമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് അപ്സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിരിക്കും കൂടുതൽ ബയ്യേഴ്സ് അക്യൂമുലേറ്റഡ് ആയിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് പോയിന്റ് കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു മൂവിൽ അക്യുമുലേറ്റ് ചെയ്ത ആൾക്കാരുടെ ഏറ്റവും, അതായത് അവരുടെ SL കിടക്കാൻ സാധ്യതയുള്ള ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഈ ഒരു പ്രൈസ് ഏരിയ. കാരണം ഇവിടം വരെ വന്നു, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെഡ് ക്യാൻഡിലാണ്. ഈ ഒരു പ്രൈസിന് താഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ആരോ അഗ്രസീവായിട്ട് എൻട്രി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്യാൻഡിൽ, അതായത് ബയ്യേഴ്സിന് അപ്സൈഡിലേക്ക് കൊണ്ടുപോകാൻ എന്തോരം അക്യുമുലേറ്റ് ചെയ്യണോ അവരുടെ അക്യുമുലേഷൻ പോയിന്റ് ഇവിടെ ഫുൾഫിൽ ആയി. അതായത് ഒരു 1,00,000 ക്വാണ്ടിറ്റി ആണ് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ അവർ അക്യുമുലേറ്റഡ്, അവർ പറഞ്ഞു ഓക്കെ ഇനി മാർക്കറ്റ് ഇനി താഴത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഞങ്ങളുടെ പൊസിഷൻസ് ഫുൾ അക്യുമുലേറ്റഡ് ആയി, ഇനി മാർക്കറ്റിനെ നമുക്ക് പയ്യെ അപ്സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു റിവേഴ്സൽ വന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പ്രൈസ് പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്ത് ചെയ്തു, പയ്യെ റിവേഴ്സലായി. അതായത് ബിഗ് പ്ലേയേഴ്സ് തന്നെ പറയുവാണ് ഇനി ഇതിനെ താഴത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ല, ഈ ഒരു പ്രൈസിൻ്റെ താഴെ എന്തായി എൻ്റെ ആവശ്യത്തിൽ കൂടുതലുള്ള, അതായത് എൻ്റെ ക്വാണ്ടിറ്റീസ് ഫുള്ള് അക്യുമുലേറ്റഡ് ആയിട്ടുണ്ട്, ഇനി ഇതിൻ്റെ താഴത്തേക്ക് എനിക്ക് കൊണ്ടുപോകണ്ട, ഞാൻ ഓക്കെ ആണ്, എൻ്റെ അക്യുമുലേഷൻ ഫുള്ള് കഴിഞ്ഞു, ഇനി ഇവിടുന്ന് നമുക്ക് അപ്സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ കൂടെ ചേർന്ന് വരുന്നതാണ് SMCയുടെ കൺസെപ്റ്റ് ഓർഡർ ബ്ലോക്ക്. എവിടെ നിന്നാണോ ആ റിവേഴ്സൽ വന്നത് അതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്തു. ഇനി ഞാൻ നോക്കുന്നത് വെച്ചാൽ ഇവിടെ ഇനി ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ വേറൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ സൈക്കോളജി നോക്കുന്നത്, ഇവിടുത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നിന്ന് എന്തായാലും പുഷ് ചെയ്തിട്ടുണ്ട് ഈ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യാൻ 1 2 3 4 5 6 പേർക്കും പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓക്കെ കാണുന്നുണ്ടോ, ഗ്രീൻ ക്യാൻഡിൽ വന്നുകൊണ്ടോ റിവേഴ്സിൽ വന്നുകൊണ്ടോ അഗ്രഷൻ, കാരണം അവർ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കളയാം. ഇവിടെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ 6 പേര് കൂടെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെന്ന് പറയുമ്പം ദർ ഇസ് എ ഫൈറ്റ് ഗോയിങ് ഓൺ. പക്ഷെ നമുക്കിവിടെ ലിക്വിഡിറ്റി പെൻഡിങ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന്. മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പം ഒരു പോർഷൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സെല്ലേഴ്സ് ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ചു പോകുന്ന സമയത്ത്, അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ സെല്ലർ ഇല്ലെങ്കിൽ ഒരു ബിഗ് പ്ലെയർ എൻ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. സോ ദേ ആർ ടെസ്റ്റിംഗ്. ബിഗ് പ്ലെയേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, അവരൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ പൊസിഷൻസ് ആഡ് ചെയ്യത്തുള്ളൂ. അവർ രണ്ടും കൂടെ ഫൈറ്റ് ചെയ്യത്തില്ല, ആരെങ്കിലും ഒരാൾ മാറി കൊടുക്കണം മറ്റൊരാൾക്ക് സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഇനി ഇതാണ് നമ്മുടെ അടുത്തൊരു റിയാക്ഷൻ സോൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പയ്യെ എൻ്റെ SL ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിന് മുകളിലേക്കായിട്ട് ഞാൻ എൻ്റെ SL ഞാനിവിടെ ട്രെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഫെയർ വാലി ഗ്യാപ്പിന് മുകളിലേക്കായിട്ട്.
ഇപ്പം നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത് RR1:10 ആയി. RR1:9.68, 9 കൂട്ടാം. വി ആർ ഓൾവേസ് മാനേജിങ് അവർ റിസ്ക്. പ്രോഫിറ്റ് എത്ര കിട്ടുമെന്നല്ല, എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഒന്നെങ്കിൽ ഞാനിതിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ പഠിക്കുന്നതിന് എനിക്കെപ്പോഴും എന്ത് ചെയ്യണം, കുറഞ്ഞ പൈസയിൽ എനിക്കത് പഠിക്കാൻ പറ്റണം. ഞാൻ മാർക്കറ്റിന് കുറഞ്ഞ പൈസ കൊടുക്കത്തുള്ളൂ. വേണമെങ്കിൽ എനിക്കിതിന് കോസ്റ്റ് SL വെക്കാം. അപ്പം എനിക്ക് ഓൾറെഡി ഇത്രയും നേരം മാർക്കറ്റ് വാച്ച് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും കിട്ടി. എന്നാൽ ഞാൻ പൈസ ഒന്നും മാർക്കറ്റിന് ഫ്രീ ആയിട്ട് പഠിച്ചാണ് കൈ. റൈറ്റ്. റിവേഴ്സൽ. മാർക്കറ്റ് റിയാക്ഷൻ. ഇനി ഇത് ട്രാപ്പ് ആണോ എന്ന് നോക്കേണ്ട വരും. നോക്കാം. ഇത് കൂടെ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മാർക്കറ്റിൽ അഗ്രഷൻ ഉണ്ട്. SMCയിലെ വേറൊരു ടൈപ്പ് ഒരു എൻട്രി മൊഡ്യൂൾ ഉണ്ട്. നമുക്ക് അതാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു IDM ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഈ IDM ടാപ്പ് ചെയ്തിട്ട് വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് IDM എന്ന് പറയുന്ന സാധനം. കാരണം ഇവിടെ മാർക്കറ്റിന് ഡൗൺ സൈഡ് മൂവ് ചെയ്യാനുള്ളൊരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല. ഇവിടെ ഫെയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ആരോ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്ത് നിൽപ്പുണ്ട്. മനസ്സിലായി? ഇവിടെ ഒരു റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്ത് നിൽപ്പുണ്ട്. ഇനി അവരെ ലിക്വിഡേറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു മാർക്കറ്റ് അപ്സൈഡിലേക്ക് വന്നത്. നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇവിടെയും അടുത്തൊരു ഓർഡർ ബ്ലോക്ക് ടൈപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അഗ്രസീവായിട്ട്. സോ ഞാൻ പയ്യെ എന്ത് ചെയ്യാം, ഞാൻ ഒന്നുകൂടെ SL ഒന്നുകൂടെ ഒന്ന് ഡൗൺ സൈഡിൽ ഇതിനൊന്ന് ടാപ്പ് ഇതിനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കാം ഇത് എങ്ങനെയാന്ന്. ഇതിനെ ടാപ്പ് ചെയ്തിട്ട് റിയാക്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് റിയാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ SL കോസ്റ്റ് വെക്കും. ഓൾറെഡി നമുക്ക് ഇത് നമ്മുടെ ഒരു ട്രേഡ് പ്രകാരം ഏകദേശം 1:5 ഒന്നും കിട്ടിയിട്ടില്ല. ഇത് ഏകദേശം നമ്മുടെ ഒരു 1:2.55 കിട്ടിയിരുന്നു. ഇതിനെ അഗ്രസീവായിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിനെ അഗ്രസീവായിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് റിയാക്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിൽ SL കൊടുത്തിട്ട് കാര്യമില്ല. അഗ്രഷൻ വരുന്നുണ്ട്, അഗ്രഷൻ ഉണ്ട്. എൻ്റെ SL എന്ന് പറഞ്ഞ ഇവിടെയാണ്. നമുക്ക് നോക്കാം ഇതെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു 50% കൂടെ നോക്കണം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് ലൈൻ അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്.
അപ്പോൾ അഗ്രഷൻ ഉണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% കവർ ചെയ്യാൻ ബയേഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബയേഴ്സും സ്ട്രോങ് ആണ് മാർക്കറ്റിൽ. റൈറ്റ്. സെല്ലേഴ്സിന് ലാസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഈ ഒരു ഓർഡർ ബ്ലോക്കും വാലിഡ് ആണ്. അപ്പം നമ്മൾ ഇനി അഗ്രസീവായിട്ട്, അതായത് ഇതിൻ്റെ മുകളിൽ ഇനി SL പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റ് റിവേഴ്സലാകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രാപ്പ് ചെയ്യണം. ഇതിൻ്റെ പറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ബയേഴ്സിന് ഓൾറെഡി സ്ട്രെങ്ത് ഉണ്ട്. ബയേഴ്സ് ഇതിനെ റിവേഴ്സൽ ചെയ്യിപ്പിക്കും. കാരണം ബയേഴ്സും അവരുടെ ആക്ടിവിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഞാൻ ഇപ്പോഴും ആ ഒരു SL പ്ലേസ് ചെയ്യാത്തതിൻ്റെ, ഇല്ലെങ്കിൽ അഗ്രസീവായിട്ട് വലിച്ചു വെക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിയാക്ഷൻ കിട്ടണം. കാരണം സപ്പോർട്ട് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ, എൻ്റെ SL ജസ്റ്റാണ് മിസ്സായത്. മാർക്കറ്റ് ഏകദേശം ഒരു സ്പ്രെഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. മറിച്ചെല്ലാം കൂടെ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു 50% ക്രോസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹയറിൻ്റെ ലിക്വിഡിറ്റി വേണമെന്നാണ്. റൈറ്റ്. എൻ്റെ ഒരു ചെറിയ SL ഹിറ്റായിട്ടുണ്ട്. റൈറ്റ്. അപ്പം നമ്മൾ ആ ഒരു ബിഗർ SL എടുത്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഞാൻ എൻട്രി എടുക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നും ഒരു 0.22 ഇത്രയായിരുന്നു എൻ്റെ SL ഏകദേശം. റൈറ്റ്. അതിൽ നിന്ന് നമുക്കൊരു ഇനിഷ്യൽ മൂവ് കിട്ടി. പക്ഷെ നമുക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ അറിയാം. ആ ഒരു ട്രേഡ് താഴത്തേക്ക് വന്നിട്ട് റിവേഴ്സൽ എടുക്കുമ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ സൈക്കോളജി വെച്ചിട്ട് ചെറിയ SLോടുകൂടി നമ്മൾ ഇറങ്ങി. റൈറ്റ്. ഇവിടെ ചെറിയ SL എന്ന് പറയുമ്പം നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു ട്രേഡിൽ നമുക്ക് ചെറിയൊരു ടാർഗറ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് 1:1 1:1 മൊമെൻറ്റം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഈ ലോസ് റിക്കവറായി കിട്ടും. പിന്നെ വരുന്ന 1.5% 2% എന്ന് പറയുന്ന ടോട്ടൽ മൂവിൽ നമ്മൾ വീണ്ടും പ്രോഫിറ്റിലേക്ക് വരുന്നത്. റൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ട്രേഡും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ കാണും. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും മാനേജ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ SL ആണ്, നമ്മുടെ ലോസ് ആണ്. അത് നമുക്ക് ആ ഒരു ഡേറ്റ പോയിന്റ് വെച്ചിട്ട് എവിടെയാണോ നമുക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു 1000 റുപ്പീസ് ആണ് ഒരു ട്രേഡിൽ ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ആ ഒരു ട്രേഡ് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് ആ ഒരു ലോസ് 250 പോയിന്റ്സിൽ ഇറങ്ങുക എന്ന് പറയുമ്പോഴും ഓവറോൾ നമുക്ക് ലോസ് ആണ്. റൈറ്റ്. ഓവറോൾ നമുക്ക് ലോസ് ആണ്. പക്ഷേ ആ ട്രേഡിൽ നമ്മൾ സേവ് ചെയ്തത് 250 പോയിന്റ് ലോസ് കൊടുക്കുമ്പം നമുക്ക് 750 പോയിന്റ്സ് ഇല്ല 750 റുപ്പീസ് നമുക്ക് ആ ട്രേഡിൽ ലാഭം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ക്യാൻഡിൽ റീഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പ്ലസ് ആ ഒരു എക്സ്പീരിയൻസ്. റൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട്, മറ്റുള്ള ട്രേഡിംഗ് വീഡിയോസിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ പറയാം, ഓക്കെ ലോസ് മേക്കിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ്. ഇല്ലെങ്കിൽ ചിലപ്പം ഇതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു അരമണിക്കൂറായിരിക്കും പോയി കാണുക. അപ്പോൾ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ യുവർ ടൈം മാൻ.